ഇന്ന് റിയൽ മാഡ്രിഡിൻ്റെ സ്വകാര്യ അഹങ്കാരം ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാനുണ്ടാകുക അവരുടെ കോച്ചായിട്ടുള്ള കാർലോ അൻസലോട്ടി ആയിരിക്കും. എന്നാൽ ഞാൻ പറയുന്നു, ഇന്ന് അവരുടെ കോച്ചായ കാർലോ അൻസലോട്ടി അല്ല, അതല്ലെങ്കിൽ അവരുടെ താരനിരകളല്ല ഏറ്റവും കൂടുതൽ റിയൽ മാഡ്രിഡ് അഹങ്കാരം ചെലുത്തേണ്ടത് അവരുടെ പ്രസിഡൻ്റായിട്ടുള്ള ഫ്ലോറന്റീനോ പെരസിൻ്റെ മേലിലാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും നല്ല ഫുട്ബോൾ ക്ലബിൻ്റെ പ്രസിഡൻ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേരുള്ളൂ, അതാണ് പെരസ്. പെരസ് അണ്ണൻ എന്നൊക്കെ നമ്മളിങ്ങനെ വിശേഷിപ്പിക്കും. കാരണം അത്രക്കും ആരാധകർ കണ്ടറിഞ്ഞ് കാണുന്ന ഓരോ താരങ്ങളെയും ക്ലബിലെത്തിക്കുകയും ആ ക്ലബ്ബ് ഇത്രമേൽ പുഷ്ടി പിടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് പെരസിനെ കൊണ്ടാണ്. ഇന്ന് ലോകത്തിലെ നമ്പർ 1 ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് റിയൽ മാഡ്രിഡാണ്. റിയൽ മാഡ്രിഡ് അതുപോലെ ആവാൻ കാരണക്കാരനായത് പെരസ് തന്നെയാണ്. റിയൽ മാഡ്രിഡിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് പെരസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും നല്ല ഫുട്ബോൾ ക്ലബിൻ്റെ അധിപനായിട്ട് ഉയരുന്നത്. 1966 ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പെരസ്. അങ്ങനെ വീണ്ടും തൻ്റെ ഓരോ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ന് റിയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും നല്ല അവരുടെ പ്രസിഡൻ്റായിട്ടാണ് അവർ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് റിയൽ മാഡ്രിഡിൻ്റെ ഗലാക്ടിക്കോസ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് പെരസായിരുന്നു. അന്ന് എതിരാളികളായിട്ടും അതുപോലെ തന്നെ അന്നത്തെ ഫാൻസുകാരൊക്കെ പറഞ്ഞതാണ്, പെരസ് ഇത് എന്ത് കണ്ടിട്ടാണ് റിയൽ മാഡ്രിഡിനെ ഇത്രമേൽ ടോപ്പിലെത്തിക്കുന്നത്, ചിലപ്പോൾ ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ റിയൽ മാഡ്രിഡിന് ഇത്രയും വലിയൊരു തിരിച്ചടി കിട്ടാനില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ആരാധകരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പേടിയും കൂടാതെ കൈവിട്ട കളിക്ക് വരെ മുതിരുകയാണ് ആ ഒരു ടീമിന് വേണ്ടിയിട്ട്. അജാതി ലെവലിൽ ഇപ്പോൾ റൊണാൾഡോ ആയാലും സിദാൻ ആയാലും ഫിഗോ ആയാലും കാർലോസ് ആയാലും ഇങ്ങനെ ഒരു ടീമിനെ തന്നെ, ബെക്കമിനെ പോലെയുള്ള ടീമിനെ തന്നെ ഒരു കാലത്ത് പടുത്തുയർത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രസിഡൻ്റായ പെരസാണ്. ഒരുപക്ഷെ പെരസിന് തെറ്റുപറ്റി എന്ന് വേണം പറയാൻ. ആ ഒരു സീസൺ കഴിഞ്ഞു, അതിൻ്റെ 3 സീസണുകളിലും പെരസിന് ഒരു ട്രോഫിയും ഇല്ലാതെ ബെർണാബിയുടെ ആ ഒരു അങ്കണത്തിൽ നിൽക്കാനായിട്ട് സാധിച്ചു. ആ ഒരു സമയത്ത് പെരസിൻ്റെ സീറ്റ് തിരിച്ചു പോകുന്നുണ്ട്. അതായത് പെരസ് ആ ഒരു പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ശേഷം റമോൺ കാൾറോഡാണ് അവിടേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ആ ഒരു ക്ലബിനെ ഇത്രയും ടോപ്പ് രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ ശേഷം വീണ്ടും പെരസ് കടന്നു വരുന്നു. എതിരെ മത്സരിക്കാൻ പോലും ഒരാളും തയ്യാറായില്ല എന്നുള്ളതാണ്. ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഫ്ലോറന്റീനോ പെരസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ. 1977 സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി നിർമ്മിച്ചിട്ട് അതൊക്കെ പൊട്ടിപ്പാളീസായി റിയൽ എസ്റ്റേറ്റിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു മനുഷ്യൻ പിന്നീട് ലോകത്തിലെ ഏറ്റവും നല്ല ഫുട്ബോൾ ക്ലബ്ബുകളിൽ ഒന്നായ തൻ്റെ നാട്ടിലെ ക്ലബിനെ വളർത്തിയെടുക്കണമെന്ന് തീരുമാനിക്കുന്നു. അതിനായിട്ട് പ്രയത്നിക്കുന്നു. അവസാനം ഇന്ന് ലോക ഫുട്ബോൾ എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ആ ഒരു ക്ലബിൻ്റെ തലപ്പത്തെത്തി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് പെരസ് എന്ന് പറയുന്നത്. മാഡ്രിഡിന് അത്രയും വലിയ കടക്കണിയിൽ നിന്നും കരകയറ്റിയത് പെരസ് തന്നെയാണ്. മൂല്യമുള്ള ഒരു ക്ലബ്ബാക്കി മാറ്റിയതും പെരസാണ്. ഇന്ന് നിങ്ങളത് ആലോചിച്ച് നോക്കുക, പെരസിനെ സംബന്ധിച്ചിടത്തോളം 2-3-4 സീസണുകൾക്ക് മുമ്പേ ബെർണാബിയുടെ സ്റ്റേഡിയവും ഇപ്പോഴത്തെ സ്റ്റേഡിയവും തമ്മിലുള്ള വ്യത്യാസം, അതിന് പുറമെ താരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ക്ലബിൻ്റെ ട്രോഫികൾ തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ പെരസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും ഉദിച്ചുയർന്നു വന്ന ആശയങ്ങളിലൂടെ ഉത്ഭവിച്ച ഓരോ കാര്യങ്ങളാണ്. ഇന്ന് ലോകത്തിലെ വണ്ടർ കിഡുകളായിട്ടുള്ള പല ആൾക്കാരെയും ക്ലബിലേക്ക് എത്തിക്കുന്നതും പെരസിൻ്റെ തന്ത്രങ്ങളാണെന്ന് പറയാം. കാരണം ഭാവി റിയൽ മാഡ്രിഡാണ് നിശ്ചയിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ലോകം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു പ്രസിഡന്റിനെ കിട്ടിയതിൽ റിയൽ മാഡ്രിഡ് സത്യം പറഞ്ഞാൽ ഭാഗ്യവാന്മാരാണ്. അവരുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് പെരസണ്ണൻ എന്ന് പറയുന്നത്.